ഞാൻ വീഴും, പക്ഷേ എണീക്കും. അബദ്ധങ്ങൾ ചെയ്യും, പക്ഷേ അതിൽ നിന്നെല്ലാം പലതും പഠിക്കും. വേദനിപ്പിക്കപ്പെട്ടെങ്കിലും ജീവിക്കും. ഞാൻ മനുഷ്യനാണ്. എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിലും എല്ലാത്തിനോടും നന്ദിയുള്ളവനാണ്. തുടങ്ങിയതിൻ്റെ ഇരട്ടി വാശി ഉണ്ടെങ്കിലേ തുടരാൻ ആകൂ. തുടങ്ങിയ സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വത്തേക്കാൾ എത്തിച്ചേരേണ്ട സ്ഥലത്തിൻ്റെ മഹനീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ മാത്രമേ യാത്രകൾ പൂർത്തിയാക്കൂ. ചിറകൊടിഞ്ഞ ഒരു പക്ഷിയും പറക്കാൻ കഴിയാതെ എന്നോർത്ത് തലതല്ലി ചത്തിട്ടില്ല. ആട്ടിയോടിച്ചതിൻ്റെ പേരിൽ അപമാനഭാരത്താൽ ഒരു കാക്കയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പരിക്കുപറ്റിയ ഒരു മൃഗവും പരാജയബോധത്താൽ ഇര തേടാതെ ഇരുന്നിട്ടില്ല. പിന്നെന്തിന് മനുഷ്യരായ നാം മാത്രം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടണം? വീണുപോയെന്ന് തോന്നുമ്പോഴൊക്കെ വീരത്തോടെ തന്നെ നടക്കണം. വീഴ്ചയിൽ നിന്ന് തന്നെയാണ് നാം നടന്നു തുടങ്ങിയത്. വിജയത്തിലേക്ക് തന്നെ നടക്കണം. ആരും തികഞ്ഞവരല്ല. ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവ് കൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കളുണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരിയാണ്. മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധത്തിലും ഒരാൾ മറ്റൊരാളെ കൈവശപ്പെടുത്തരുത്. രണ്ടു മനസ്സുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും. ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തത് സ്വന്തമാക്കാൻ ഒരുമിച്ച് നീങ്ങുന്ന രണ്ട് കൈകൾ പോലെയാണ് മനുഷ്യർ. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുതേ. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കും. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. തിരഞ്ഞെടുത്ത സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളും ഉണ്ടാകില്ല. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയവർക്ക് പോലും വഴി കൊടുക്കേണ്ടി വരും. ഓർമ്മ വെക്കുക, ഇച്ഛാശക്തി ഉള്ളിടത്ത് ജീവിതം ഉണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും നിങ്ങളതിലൂടെ കടന്നു പോകുമ്പോൾ ആരാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്? ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കൊടുക്കുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാവരുത്. ആത്മാർത്ഥത കൂടിപ്പോകരുത്. സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കരുത്.
നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നുപോകട്ടെ. ഇത് സത്യമാണോ എന്നുള്ളതും അത് ആവശ്യമാണോ എന്നുള്ളതും അതുപോലെ അത് ദയ ഉള്ളതാണോ എന്നുള്ളതും. ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെപ്പറ്റിയും അമിതമായി ആലോചിക്കരുത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. ഇന്നലെകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ഇഷ്ടങ്ങളെ പിന്തുടരുക. തീർച്ചയായും ഒരിക്കൽ അത് നിങ്ങളെ നഷ്ടങ്ങൾ മറികടക്കും. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സന്ദേശം മാത്രം ലഭിക്കും. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നും വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല. എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം ഒരുപോലെയാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. എന്നാൽ ജീവിതം കുറച്ചും കൂടെ ഭാരമില്ലാതെ മുന്നേറും. മറ്റുള്ളവരെപ്പോലെ ആവാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. അനുഭവം ഏറ്റവും നല്ല ഒരു അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും വളരെ ക്രൂരമായിട്ടായിരിക്കും അത് പഠിപ്പിക്കുക. പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരി മതി വിജയിച്ചവൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. അത് നമ്മുടെ കൈകളിലാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ആരെയും അമിതമായി സ്നേഹിക്കാനോ വാത്സല്യിക്കാനോ പോകരുത്. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്തുകയും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.